എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഴയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു യാത്രാവിവരണമാണ്. വെയിറ്റിംഗ് ഫോർ റെയിൻ അഥവാ മഴയെ കാത്തിരിക്കുമ്പോൾ. ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്നുള്ള പ്രശസ്തയായ എഴുത്തുകാരി അനിത നായരാണ്. മഴയെക്കുറിച്ച് ഒരുപാട് കവിതകളും കഥകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഇതങ്ങനെയല്ല. മഴയെ കാണാൻ വേണ്ടി, അതിന്റെ അനുഭവം അറിയാൻ വേണ്ടി സ്വന്തം ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു എഴുത്തുകാരിയുടെ കഥയാണ്. നമുക്ക് അവരോടൊപ്പം ആ യാത്ര പോവാം. റെഡിയല്ലേ? കഥ തുടങ്ങുന്നത് ഒരു വിമാനയാത്രയിലാണ്. എഴുത്തുകാരി സഞ്ചരിക്കുന്ന വിമാനം ഒരു മേഘത്തിലേക്ക് കടക്കുന്നു. പുറത്ത് നല്ല ടർബുലൻസ് ഉണ്ട്. അതായത് വിമാനമാകെ കുലുങ്ങുന്നു. അപ്പോ വിമാനത്തിനകത്തെ യാത്രക്കാർക്കിടയിൽ ഒരു പ്രത്യേകതരം നിശബ്ദത പടർന്നു. അവരിൽ ഭൂരിഭാഗവും ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചെറുപ്പക്കാരായിരുന്നു. അവരെന്തിനാണ് കേരളത്തിലേക്ക് വരുന്നതെന്നറിയാമോ? പച്ചപ്പ് തേടി, കേരളത്തിലെ സമൃദ്ധി തേടി. അവിടെ തൊഴിൽ ശക്തിയുടെയും മഴയുടെയും കുറവുണ്ടായിരുന്നെങ്കിലും ബാക്കിയെല്ലാം സമൃദ്ധമായിരുന്നു. വിമാനം വീണ്ടും കുലുങ്ങി. എവിടെയോ ഒരു കുട്ടി പേടിച്ചു കരഞ്ഞു. എഴുത്തുകാരിയുടെ അടുത്തിരുന്ന് നിർത്താതെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രായമായ ദമ്പതികൾ പോലും നിശബ്ദരായി. എന്തൊരവസ്ഥയാണല്ലേ അത്! വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കുലുങ്ങിയാൽ നിങ്ങൾക്കും പേടിയാകുമോ? ആ ഉത്തരേന്ത്യൻ ചെറുപ്പക്കാർ ഈ കുലുക്കത്തെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുണ്ടാകുമെന്ന് എഴുത്തുകാരി അത്ഭുതപ്പെട്ടു. അവരെല്ലാം ഏകദേശം ഒരേപോലത്തെ വേഷമാണ് ധരിച്ചിരുന്നത്. ജീൻസ്, ടീഷർട്ട്, പിന്നെ ഒരു ജാക്കറ്റും സ്നീക്കേഴ്സും. 2018 ഭയാനകമായ വെള്ളപ്പൊക്കത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും അവരുടെ മനസ്സിൽ ഭയത്തോടെ ഉണ്ടാകും. ചുറ്റും പേടിയും ഉത്കണ്ഠയുമായിരുന്നു. എല്ലാവരും സീറ്റിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് അടക്കിപ്പിടിച്ച ഒരു നിശബ്ദതയിലിരുന്നു. പക്ഷേ ആ വിമാനത്തിൽ സന്തോഷിച്ച ഒരേയൊരു യാത്രക്കാരി ഒരുപക്ഷേ താനായിരിക്കുമെന്ന് എഴുത്തുകാരി പറയുന്നു. എന്തുകൊണ്ടായിരിക്കും അവർക്ക് സന്തോഷമായത്? കാരണം ഒരു പ്രശ്നവുമില്ലാത്ത യാത്രയെന്ന് പറഞ്ഞാൽ നല്ല കാലാവസ്ഥയാണെന്നർത്ഥം. അപ്പോൾ ഈ ടർബുലൻസ് അല്ലെങ്കിൽ കുലുക്കമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നേയുള്ളൂ: കാറ്റുണ്ട്. അതുകൊണ്ട് മൺസൂൺ വരാൻ സാധ്യതയുണ്ട്. കാരണം അവർ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നത് തന്നെ മൺസൂണിനോടുള്ള തന്റെ സൗഹൃദം പുതുക്കാനാണ്. ടു റിന്യൂ മൈ അക്വൈൻറ്റൻസ് വിത്ത് ദ മൺസൂൺ. ഏകദേശം 6 ആഴ്ചയായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഒളിച്ചു കളിക്കുകയായിരുന്നു. അവരെല്ലാ ദിവസവും തന്റെ മാതാപിതാക്കളെ ഫോൺ വിളിക്കും. സംഭാഷണം തുടങ്ങുന്നത് തന്നെ ഈ ചോദ്യത്തോടെയാണ്: അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഇത് വെറുതെ സംസാരിക്കാനൊന്നുമില്ലാത്തപ്പോൾ ചോദിക്കുന്ന ചോദ്യമായിരുന്നില്ല. അതൊരു യഥാർത്ഥ ചോദ്യമായിരുന്നു. കാരണം ആ ഉത്തരത്തെ ആശ്രയിച്ചിരിക്കും അവരുടെ അടുത്ത ചോദ്യങ്ങൾ. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയെക്കുറിച്ചും വഴുക്കുന്ന വഴികളെക്കുറിച്ചും കറണ്ട് പോകുന്നതിനെക്കുറിച്ചും മഴ പെയ്താൽ ഭൂമിയിൽ പടരുന്ന പച്ചപ്പിനെക്കുറിച്ചുമെല്ലാം. കർക്കിടക മാസം 1-ാം തീയതി, അതായത് ജൂലൈ 17-ന് ലോകം അവസാനിക്കാൻ പോകുന്നതുപോലെ മഴ കോരിച്ചൊരിയേണ്ട ദിവസമാണ്. പക്ഷേ അന്ന് അമ്മ പറഞ്ഞതെന്താണെന്നോ? ആകാശം ഇരുണ്ടുകൂടി നിന്നിരുന്നു, പക്ഷെ പെയ്യാൻ മടിയുള്ള കുറച്ചു മഴത്തുള്ളികൾ മാത്രം. ഇപ്പൊ വെയില് തെളിഞ്ഞു. ഈ മഴ എവിടെ പോയി എന്ന് അമ്മ ചോദിച്ചു. അത് നിന്റെ അടുത്തേക്ക് വന്നോ എന്ന് എഴുത്തുകാരിയുടെ അമ്മ തിരിച്ചു ചോദിച്ചു. എഴുത്തുകാരി താമസിക്കുന്ന ബാംഗ്ലൂർ നഗരത്തിൽ അപ്പോൾ നല്ല കാറ്റുള്ള സമയമായിരുന്നു. ഒരാഴ്ചയായി ഒരു ഭീകരമായ കാറ്റ് നഗരത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ വീശിയടിക്കുകയായിരുന്നു. ജനൽപ്പാളികൾ കൊട്ടിയടഞ്ഞു, വാതിലുകൾ തനിയെ തുറന്നു, വീട്ടിനു ചുറ്റുമുള്ള മരങ്ങൾ ഞെരങ്ങി, ഇലകൾ ശബ്ദമുണ്ടാക്കി. രാത്രിയും പകലും ആ കാറ്റു വീശി മൺസൂൺ മേഘങ്ങളെ ദൂരേക്ക് ഓടിച്ചുവിട്ടു. അതുകൊണ്ടാണ് ഈ കേരളത്തിലേക്കുള്ള കുലുക്കം നിറഞ്ഞ വിമാനയാത്ര അവർക്ക് സന്തോഷം നൽകിയത്. പക്ഷേ കൊച്ചിയിൽ വിമാനമിറങ്ങാറായപ്പോൾ അവിടെയും മഴയുടെ ലക്ഷണമൊന്നും കണ്ടില്ല. ചാരനിറത്തിലുള്ള ആകാശം മഴ പെയ്യുമെന്ന് സൂചന നൽകി. പക്ഷെ വിളറിയ പച്ചപ്പ് മറ്റെന്തോ ആണ് പറഞ്ഞത്. നമ്മളെ നിസ്സഹായരാക്കുന്ന ഒരു തരം മടി. ഒരു മൺസൂണിനെ എങ്ങനെയാണ് അത് ചെയ്യേണ്ട കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക? ഒരു തുള്ളി പോലും അവരോടൊപ്പം അവരുടെ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്തില്ല. അവരവസാനമായി അവിടെ വന്നത് ജൂണിലാണ്, എല്ലാ വർഷവും ചെയ്യുന്നതുപോലെ മൺസൂണിന്റെ വരവ് ആഘോഷിക്കാൻ. പക്ഷെ അന്നും മൺസൂൺ വന്നില്ല. കുറച്ച് വേനൽമഴ ചൂട് കൂട്ടുകയല്ലാതെ ഒന്നും ചെയ്തില്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞത് മൺസൂൺ മാലദ്വീപിൽ ഒളിച്ചിരിക്കുകയാണെന്നാണ്. ഗ്രാമവാസികൾ പറഞ്ഞത് ഈ വേനൽക്കാലത്തെ വരൾച്ച വളരെ കഠിനമായിരുന്നു എന്നാണ്. ഏകദേശം 2 ദശാബ്ദമായി ഞങ്ങൾ കിണറുകളും തോടുകളും വറ്റുന്നതും ഭൂഗർഭജലം ഇത്രയധികം താഴ്ന്നതും കണ്ടിട്ടില്ല, അവർ പറഞ്ഞു. ഒന്നും പഴയതുപോലെയല്ല. കുറച്ചുകൂടി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയൂ, കുറച്ചുകൂടി മുറ്റങ്ങൾ ടൈലിടൂ, കുറച്ചുകൂടി മരങ്ങൾ വെട്ടിമുറിക്കൂ. അപ്പോൾ 1 ദശാബ്ദത്തിനുള്ളിൽ നിങ്ങൾ വെള്ളത്തിന് പണം കൊടുക്കേണ്ടി വരും. ഞാൻ ബാംഗ്ലൂരിൽ ചെയ്യുന്നതുപോലെ. ഒരു ചെറിയ ടാങ്കർ വെള്ളത്തിന് 400 രൂപ. എന്നിട്ടിപ്പോൾ കർക്കിടകം 1 ആഴ്ച കഴിഞ്ഞു. വയലുകളും തോടുകളും കവിഞ്ഞൊഴുകേണ്ട സമയമാണ്. പക്ഷെ മൺസൂൺ ഇപ്പോഴും നിലത്ത് കാലുറപ്പിച്ചിട്ടില്ല. എന്തൊരു കഷ്ടമാണല്ലേ! സന്ധ്യയായപ്പോൾ അവരുടെ 85 വയസ്സുള്ള ചുറുചുറുക്കുള്ള അമ്മാവൻ അവരെ കാണാൻ വന്നു. അദ്ദേഹം ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നൊരാളാണ്. 78-ാം വയസ്സിലാണ് അദ്ദേഹം സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചത്.
ഒരു മൺസൂണിന് ഒരു ഗ്രാമത്തെ എങ്ങനെ ദാരിദ്ര്യത്തിലാക്കാൻ കഴിയുമെന്നും അതിന്റെ അഭാവം എങ്ങനെ അതേ അവസ്ഥ ഉണ്ടാക്കുമെന്നും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അവർ പണ്ട് മൺസൂൺ എങ്ങനെയുള്ളതായിരുന്നു എന്ന് സംസാരിച്ചു. നിർത്താതെയുള്ള മഴയിൽ തൊടുന്നതിനെല്ലാം ഒരു നനവുണ്ടാകും. ആ നനവ് തുണികളിലും ധാന്യങ്ങളിലും ഒരു പൂപ്പൽ മണം നൽകും. കല്ലുകൾ പായൽ പിടിച്ച് പച്ച നിറമാകും. അമ്മാവൻ മഴയെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അദ്ദേഹത്തിന് എത്രമാത്രം യാഥാർത്ഥ്യവും മനുഷ്യതുല്യവുമാണെന്ന്. ഒരുപാട് കാത്തിരുന്നൊരു പണക്കാരനായി ബന്ധുവിന്റെ വരവ് അവസാനം ഒരു സന്തോഷവുമില്ലാത്ത ഒന്നായി മാറുന്നതുപോലെ ഈ മൺസൂൺ ഒരു നിരാശയായി മാറി. ഈ വർഷത്തെ മൺസൂൺ വെറുതെ കാട്ടിക്കൂട്ടി പോവുകയാണ് എന്നാണ് അദ്ദേഹം അതിനെ കുറ്റപ്പെടുത്തിയത്. അതായത് ഇരുണ്ട ആകാശവും ഇടിമുഴക്കവും നിശബ്ദവുമൊക്കെയായി ഒരുപാട് ബഹളമുണ്ടാക്കിയിട്ട് അവസാനം പെയ്യാതെ പോകുന്നു. വൈകുന്നേരം രാത്രിയായി. ഒരു മിന്നാമിടുങ്ങ് വെളിച്ചത്തിന്റെ പാറ്റേണുകൾ ഉണ്ടാക്കി പറന്നു നടക്കുന്നു. അവർ മഴയുടെ എന്തെങ്കിലും ഒരു സൂചനയ്ക്കായി രാത്രിയെ നോക്കിയിരുന്നു. ഒടുവിലവർ ഉറങ്ങാൻ പോയി. രാത്രി 2 മണിക്ക് ഓടിട്ട മേൽക്കുരയിൽ എന്തോ പെരുമ്പറ കൊട്ടുന്ന ശബ്ദം കേട്ടാണ് അവർ ഉണർന്നത്. മൺസൂൺ ഒടുവിലവരെ കാണാൻ വന്നിരിക്കുന്നു. ദ പ്രോഡിഗൽ സൺ ഹാസ് ഫൗണ്ട് ഹിസ് വേ ഹോം. വഴിതെറ്റിപ്പോയ മകൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അവർ പുതപ്പ് താടി വരെ വലിച്ച് കട്ടിലിൽ കൂടുതൽ ഒതുങ്ങിക്കൂടി. കാരണം അതും മൺസൂണിന്റെ പല സുഖങ്ങളിലൊന്നാണ്. പുലർച്ചെ ഉണർന്നപ്പോൾ മഴയുടെ സംഗീതം അപ്പോഴും തുടരുകയായിരുന്നു. കർണാടക സംഗീതത്തിലെ പല താളങ്ങളെപ്പോലെ വിലംബകാലത്തിലെ ഗംഭീരമായ വേഗത, മധ്യമകാലത്തിലെ ഇടത്തരം വേഗത, ധൃതകാലത്തിലെ വേഗത്തിലുള്ള താളം. ആ മഴ അവരെ അതിന്റെ കൈകളിലേക്ക് ക്ഷണിച്ചു. അവർ ഒരു കപ്പ് ചായ ഉണ്ടാക്കി വരാന്തയിലെ ഊഞ്ഞാൽ കസാരയിലിരുന്നു. ഒരു വിദേശ ദേശാടന പക്ഷിയെ നോക്കുന്നതുപോലെ അവർ ആ മഴയെ നോക്കിയിരുന്നു. സന്തോഷം കൊണ്ട് നെടുവീർത്തിക്കാൻ പോലും അവർക്ക് ഭയമായിരുന്നു. കാരണം താനതിനെ പേടിപ്പിച്ച് ഓടിച്ചാലോ? ഓരോ മഴത്തുള്ളിയും എന്ത് കഥകളാണ് സൂക്ഷിക്കുന്നത്? അതെന്ത് പാഠങ്ങളാണ് പഠിപ്പിക്കുക? എന്ത് സമ്മാനങ്ങളാണ് നൽകുക? ആ മൺസൂണിന്റെ മാന്ത്രികത അവരിൽ ഒരു സെൻസ് ഓഫ് വെൽബീയിങ് അഥവാ ഒരു സുഖമുള്ള അനുഭൂതിയായി നിറഞ്ഞു. ഫോർ നൗ ദ വേൾഡ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. തൽക്കാലം ഈ ലോകം വളരെ മനോഹരമായൊരിടമാണ്. എത്ര നല്ലൊരു ചിന്തയാണല്ലേ അത്? പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.